ചാക്ക് പ്രാക്ക് എന്നൊന്നുണ്ട്. അതേരെന്ന് വാങ്ങിച്ചാ ഇതല്ല ഇതിലപ്പുറവും വന്നു വരും. ഞാൻ ആ ആധാര എഴുത്തുകാരൻ സുധേവനെ കാണാൻ ഇറങ്ങിയതാ. അപ്പോഴാ ചിലതൊക്കെ പറഞ്ഞു കേട്ടത്. എന്നാ പിന്നെ ഒന്ന് തിരക്കിക്കളയാന്ന് കരുതി കേറിയതാ. ഇവിടെ വന്നപ്പോ ബാക്കി കഥ നിന്റെ രാഘവേട്ടനും പറഞ്ഞു തന്നു. സത്യമേ, ഇതാ വെള്ളം. വെള്ളം കുറെ കുടിക്കുന്നുണ്ടല്ലോ. കുടിക്കേണ്ടി വരും. നിന്നെ കണ്ടാലേ അറിയാം, ആകെ കോലം കെട്ടൊരു കോലമായി പോയി കേട്ടോ. നീ 1000 2000 ഒക്കെ ചോദിച്ച് നാട് മുഴുവൻ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് ഈ നാട് മുഴുവൻ ഭാര്യ. ഇത്രയും കഷ്ടപ്പാടിൽ മൂക്കുകൊണ്ട് ഇക്ഷായി ഇമ്മായും വരയ്ക്കുന്നവരെ കാണാൻ വരുമ്പോ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാനല്ലാതെ പിന്നെ എന്തിനാ വരുന്നത്? അതിനിപ്പോ സാധിച്ചില്ലെങ്കിൽ പോവരുത്. ഭാമയോടായതുകൊണ്ട് പറയാം. കണ്ണായ കുറച്ച് സ്ഥലം വാങ്ങിക്കാനായിട്ട് കുറച്ച് പണം പെട്ടെന്ന് മറിച്ചു. അതുകൊണ്ട് നെറ്റിയിൽ പോറാൻ പോലും കാശില്ലാത്ത അവസ്ഥയില് ഞെരുങ്ങിയാ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഓർത്തു, ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കണം. ഒരു കാലത്ത് മഹാറാണിയെ പോലെ കാലുമേ കാലും കയറ്റി വെച്ചിരുന്ന ചെയ്തു കൂട്ടിയ ദുഷ്ടത്തരത്തിന്റെയൊക്കെ ഫലം ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ചു തീർക്കാതെ ഒടയ തമ്പുരാൻ അങ്ങോട്ട് വിളിക്കില്ല ഭാമേ. ആ ശാലിനിയെ ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് നീ. ശാലിനിയെ മാത്രമല്ല, നിന്നെ സ്നേഹിച്ചവരെയൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നല്ല ഭംഗിയായിട്ട് നീ ദ്രോഹിച്ചിട്ടുമുണ്ട്.